പ്രൈസ് ദി ലോർഡ്. നമുക്ക് അപ്പൊ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ കൊളോഷ്യൻ ലേഖനത്തെയും എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കിയിട്ട് ക്രിസ്തുവും അവന്റെ ശരീരമായിരിക്കുന്ന സഭയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നാച്ചുറൽ മാൻ എങ്ങനെയായിരുന്നെന്നും അവന്റെ അവസ്ഥ എന്താണെന്നും ജാതികളായിരുന്ന നമ്മള് എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നു ഒക്കെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തുവുമായിട്ടോ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ള വാഗ്ദത്തങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ലോകമോഹങ്ങൾക്ക് മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ നാച്ചുറലി ദൈവകോപത്തിന് പ്രാപ്തരായിരുന്നു. അതായിരുന്നു നമ്മുടെ അവസ്ഥ. ഇത് ശരിയായിട്ട് അക്നോളജ് ചെയ്യണം. ഇത് വചനത്തിൽ നിന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് മനസ്സിലാക്കണം. ഞാൻ ദൈവമില്ലാത്തവനാണ്, ഞാൻ ക്രിസ്തുവിനുള്ള വാഗ്ദത്തങ്ങൾക്ക് യാതൊരു അവകാശമില്ലാത്തവനാണെന്ന് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. നമ്മുടെ സോളിൽ അത് വെളിപ്പെടുത്തി തരും. അത് വെളിപ്പെടുമ്പോൾ മാത്രമേ ഒരുവർ റിപ്പന്റ് ചെയ്യുള്ളൂ. ദൈവവചനം പഠിച്ചാൽ ബുദ്ധിക്കകത്തിരിക്കും, ശരിയാണെന്ന് അംഗീകരിക്കും. അതൊരു ഡിഫറെന്റ് കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിനെ പേഴ്സണൽ ആയിട്ട് രുചിച്ചറിയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്നാൽ ക്രിസ്തുവിനെ പേഴ്സണൽ ആയിട്ട് രുചിച്ചറിയുവാൻ അവനെ കുറിച്ചുള്ള നോളേജ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് വേദപുസ്തകം. നാം ആരാണെന്നും നമ്മുടെ ഗുണങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടത് സംഭവിച്ചുവെന്നും നമുക്ക് ശരിയായ രീതിയിൽ വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന് അതിന്റെ റെമഡി ആയിരിക്കുന്ന ക്രിസ്തുവിനെയും വെളിപ്പെടുത്തി തന്ന് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ആൻഡ് വി ഹാവ് ദ ഓപ്ഷൻ ടു ചൂസ്. ജീവൻ വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം, മരണം വേണമെങ്കിൽ മരണം തിരഞ്ഞെടുക്കാം. നിത്യജീവനായി ക്രിസ്തുവിനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നിത്യ മരണമായിരിക്കുന്ന സെപ്പറേഷൻ ആയിരിക്കുന്ന ദൈവത്തിലുള്ള ഏറ്റവും കണ്ടമനേഷൻ ആയിരിക്കുന്ന നരകം വേണമെങ്കിൽ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. There is no pressure from God. There is no pressure from Satan. No, both cannot, because we are moral angels. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ സഭ എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, ഇൻഡിവിജ്വൽ എന്ന വ്യക്തിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. ഇപ്പോൾ മുമ്പേ ദൂരസ്ഥരായി നമ്മളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ, അതായത് പ്രായശ്ചിത്ത മുഖാന്തരം ദൈവത്തോട് സമീപസ്ഥരായി തീർന്നു. അതിന്റെ സ്പിരിച്വൽ മീനിങ് ഞാൻ പറഞ്ഞത്, ഇരുപക്ഷക്കാരും ദൈവം ഒരു പക്ഷത്തും മാനവജാതി മുഴുവൻ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അവർക്ക് തമ്മിൽ നിരക്കാൻ പറ്റാതിരുന്നായിട്ടുള്ള ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ഡിവൈൻ ജസ്റ്റിസ് ആയിരുന്നു. പാപം ചെയ്ത് ദേഹി മരിക്കണം. ആ പാപം ചെയ്ത് ദേഹിക്ക് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള മരണം വിധിച്ചല്ലാതെ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരികയില്ല. അതാണ് യേശു ഈ ഭൂമിയിലെ പരസ്യ ജീവിതം ചെയ്തെടുത്ത പ്രവൃത്തി. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ വിശ്വാസി നീ വിശ്വാസത്തിൽ നിലനിൽക്കുകയുള്ളൂ. നിന്റെ മേൽ ഡിവൈൻ ഗവൺമെന്റ് വിധിച്ചിരുന്ന നിത്യമായ മരണമെന്ന ശിക്ഷ നിനക്ക് പകരമായി ഏറ്റെടുക്കാൻ നിന്റെ സൃഷ്ടിതാവ് നിയമദാതാവുമായ ദൈവം തന്നെ മനുഷ്യനായി, നിന്നെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ള മനുഷ്യനായി വെളിപ്പെട്ട് നിന്റെ ശരീരത്തിലെ പ്രാണനും ആത്മാവിലുള്ള പാപത്തിന്റെ ശിക്ഷയെ തന്റെ ശരീരത്തിലെ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് തന്റെ ഫ്രീ വില്ലിൽ ഏറ്റെടുത്ത് മനുഷ്യനായ തന്റെ മനുഷ്യത്വത്തെ തന്റെ ഫ്രീ വില്ലിൽ ഏറ്റെടുത്ത് നിനക്ക് പകരമായി ശരീരത്തിലും പ്രാണനും ആത്മാവിലും മരണം അനുഭവിച്ചു. തന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി, ദൂതന്മാരുടെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു എന്നാണ് എബ്രായർ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് മുമ്പേ തന്നെ 18-ാം സങ്കീർത്തനം 116-ാം സങ്കീർത്തനത്തിലൊക്കെയും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എബ്രായർ 5-ാം വാക്യത്തിൽ പ്രഭുവന്മാരെന്ന് ഒരു കാലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രഭുവന്മാരെന്ന് പേരുണ്ടായിരുന്നവർ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് പ്രസംഗിക്കുന്ന കാരണം എന്താണെന്ന് അറിയാമോ? അവർ അതിൽ നിന്ന് വീടുപോയി, കൃപയിൽ നിന്ന് വീടുപോയി, ബുദ്ധിയിൽ ആശ്രയിച്ചോ, ദുഷ്ടാത്മാക്കൾ ഇടപെടുത്തോ. ഇപ്പോൾ അവർ സേറ്റാന്റെ ശുശ്രൂഷകരന്മാരായിട്ട് സത്യത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു. മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് വേർപാടോടുകൂടെ നിൽക്കുന്ന
കൊടുക്കുക. ഞാൻ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ. മാനസാന്തരം, യേശുക്രിസ്തുവിന്റെ സ്നാനം, അത് കഴിഞ്ഞ് പരിശുദ്ധ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതിനുശേഷമാണ് വക്രതയുടെ തലമുറയിൽ നിന്നുള്ള വേർപാട്. നീ വക്രമായിട്ട് ഉപദേശിക്കുക, വക്രമായിട്ട് സുവിശേഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ ഏൽപ്പിക്കുക, സ്ഥാനമാനം ഉണ്ടാക്കുക, ഫെയിം ഉണ്ടാക്കുക. ഇവന്മാരിൽ നിന്ന് വേർപെട്ടേ നിന്റെ സോള് രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. അത് അപ്പനായാലും അമ്മയായാലും ഭാര്യയായാലും കുഞ്ഞുങ്ങളായാലും മക്കളായാലും തന്നെ. ഇതില്ലെങ്കിൽ നിന്റെ സോള് പാപത്തിന് അടിമപ്പെട്ടു പോവുക. യോവനെ വെറുതെ അല്ല പറഞ്ഞ അത്തരമായ ആൾക്കാരെ വീട്ടിൽ കയറ്റരുത്. സുവിശേഷ വിരോധികളെ വീട്ടിൽ കയറ്റരുത്. സുവിശേഷ വിരോധികളുമായിട്ട് കൈ കൊടുക്കരുത്. നീ കൊടുത്താൽ അവരുടെ പാപത്തിന് ഓഹരിക്കാരാവും. പിന്നെ സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ തന്നെ ശോധന കേൾക്കുമ്പോ ശോധന ചെയ്യുക, ഞാൻ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ആശ്രയത്തിൽ മാത്രം നിലനിൽക്കുന്നോ ഇല്ലയോ എന്ന്. സ്തോത്രം. അങ്ങനെ തന്നെ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ച് ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനാണ് സഭ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. അങ്ങനെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു റീകൺസിലേഷൻ നടന്നു. പിന്നെ സമാധാനം, ദൈവത്തിനോ സമാധാനം. ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, എന്റെ സമാധാനം, ഒരു ബില്ല് മരണമൊഴിയായിട്ട് പറയുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരു വ്യക്തി ഒരു മരണമൊഴി എഴുതി വെച്ചിട്ട്, ഒരു ബില്ല് എഴുതി വെച്ചിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ബില്ലിനെ മാറ്റാൻ യാതൊരു നിയമവും, ഡിവൈൻ നിയമമായിക്കോട്ടെ, ദൈവിക ഭരണകൂടത്തിന്റെ നിയമമായിക്കോട്ടെ, ഹ്യൂമൻ ഗവൺമെന്റിന്റെ നിയമമായിക്കോട്ടെ, അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതാണ് മരണമൊഴി. യേശു ഒരു മരണമൊഴിയായിട്ടാണ് പറഞ്ഞത്. എന്റെ സമാധാനം എന്ന് പറഞ്ഞ ദൈവമായിട്ടുള്ള എന്റെ സമാധാനം. വേണ്ടി തരുന്ന സമാധാനമല്ല, ദൈവമായിട്ടുള്ള എന്റെ സമാധാനം. അതിനകത്ത് ഒരു അല്പം പോലും കറപ്ഷൻ ഇല്ല, അതിനല്പം പോലും കരടില്ല. ദൈവമായിട്ട് യാതൊരു വിഷയത്തിലും കോൺഫ്ലിക്റ്റ് ഇല്ല. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് മരണമൊഴി, അടുത്ത വിശ്വസിക്കുന്നവർക്ക് മരണമൊഴിയായിട്ട് തരികയാണ്. അത് വിശ്വാസത്താലാണ് നാം പ്രാപിക്കുന്നത്. യേശു തന്റെ മരണമൊഴിയായിട്ട് അവന് പിതാവായ ദൈവമായിട്ടുള്ള ആ സ്നേഹത്തില് ഉള്ള സമാധാനം, യാതൊരു വിധത്തിലുള്ള കോൺഫ്ലിക്റ്റും ഇല്ലാത്ത സമാധാനമാണ് യേശു തന്റെ മരണമൊഴിയായി തന്നെ വിശ്വസിക്കുന്ന എനിക്ക് തന്നിരിക്കുന്നത്. എനിക്കതുകൊണ്ട് യേശു മുഖാന്തരം ദൈവത്തോട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത സമാധാനമുള്ളത്. സേറ്റാൻ അത് കേൾക്കണം. ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉയരണം. യേശു തന്നിരിക്കുന്ന സമാധാനം ലോകത്തിന് സമാധാനമല്ല. ലോകത്തിന് സമാധാനം പ്രസംഗിക്കുന്ന സാത്താന്യ ശുശ്രൂഷകന്മാര് അവർ ഈ ലോകത്തിൽ ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്. സുവിശേഷമായിരിക്കും പറയുന്നത്, യേശുവിന്റെ നാമായിരിക്കും പറയുന്നത്. പക്ഷെ അവര് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ശൈത്താന്റെ സ്പിരിറ്റ് ആണ്. അപ്പൊ റീകൺസിലേഷൻ എല്ലാം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം തുടങ്ങിയാണ്. ഇവിടെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കും. ഓരോ ഈ ചർച്ചിനകത്ത് ഡിഫറെന്റ് മിനിസ്ട്രികളുണ്ട്, വിവിധ ശുശ്രൂഷകളുണ്ട്. പരിശുദ്ധാത്മാവ് വിശ്വസ്തരെ വേണ്ടി ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന, എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഡിസ്പെൻസേഴ്സ് ആയിട്ട്, കൃപയുടെ ഡിസ്പെൻസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ വിശ്വസ്തരെ വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ അവയവങ്ങളും, മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ഡ്യൂട്ടി നിയോഗിച്ചു കൊടുത്ത് തല അതിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിപ്പാൻ ഒരു അവയവത്തിനും തന്നെ ശുശ്രൂഷിക്കാൻ സാധ്യമല്ല. കൈവിരല് അതിന് സ്വയമായിട്ട് ശുശ്രൂഷിക്കാൻ സാധ്യമാണോ? ഇല്ല. അതുകൊണ്ട് മറ്റ് അവയവങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിന് ശരീരമായിരിക്കുന്ന തലയെ നിയന്ത്രിക്കുന്നത് തലയാകുന്ന ക്രിസ്തുവാണ്. ഓരോ അവയവത്തെ നിയന്ത്രിച്ച് മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കുന്നു. അതെങ്ങനെ നടത്തുന്നു എന്നാണ് ഈ ഡോക്ടറിൽ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും മനസ്സിലാക്കി ഓരോ അവയവത്തിനും അതിൻ്റെതായ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായ പേഴ്സണലായിട്ട് ശരിയായിട്ട് സിങ്കമൈസ്ഡായി യുക്തമായി ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ മിരിയാം സഭയുടെ യാത്ര 7 ദിവസം മുടക്കി കുഷ്ഠരോഗിയായി തീർന്നു. കാരണം എന്താ? ദൈവം നിയോഗിച്ചാക്കി വെച്ചിരുന്ന ഒരു ശുശ്രൂഷകനായിട്ട് സംസാരിച്ചു. നീ മാത്രമേ വിശുദ്ധരുള്ളൂ, ഞങ്ങളും വിശുദ്ധരാ. ഓക്കെ മിരിയാമേ, നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വേല എന്താ? തപ്പെടുത്ത് നൃത്തം
എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് ചെയ്താൽ മതി. മറ്റൊന്ന് ഉസിയാവ് പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യേണ്ട കാര്യത്തിൽ കയറി ചേർന്ന് നോക്കി. ശൗല് പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട യാഗം തന്നെ ചെയ്തു നോക്കി. എന്തായി? സ്ഥാനത്തുനിന്ന് മാറ്റിക്കളഞ്ഞു. ഈ പാസ്റ്റ് ഇത്ര കാര്യങ്ങൾ പ്രസംഗിക്കാനോ നിങ്ങൾക്ക് തോന്നും. ഇതാണ് ഈ കറക്റ്റായിട്ട് സിംഗർമാസായി പോകാൻ പറ്റാതെ വേണം. ശരിയായ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് കുമ്പനാട് നമ്മൾ അടിമകളെ കണ്ടത്. എന്താണെന്നറിയാമോ? അടിസ്ഥാനങ്ങൾ മാറിപ്പോയി. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയി. വ്യക്തി താല്പര്യങ്ങൾ, ഫെയിമുകള് ഇങ്ങനെ ഇപ്പൊ മാറിക്കഴിഞ്ഞപ്പോള് ഉപദേശം മാറിക്കഴിഞ്ഞ് പലതും ചെയ്യാൻ തോന്നി. അപ്പൊ അതിൻ്റെതായ ഫലം കണ്ടേ പറ്റുള്ളൂ. എന്തിനാ? മറ്റുള്ളവർക്ക് മാതൃകയ്ക്ക് വേണ്ടി ദൈവം പരസ്യകോലമായിട്ട് നിർത്തുകയാണ്. സൂക്ഷിച്ചോ, നീ കണ്ടോ, എന്നെ വിട്ടാതെന്നാൽ ഇങ്ങനെ സംഭവിക്കും. റോമാലേഖനം 1:17 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവിക്കാന്ന്. ഇമ്മോറാലിറ്റി നിയമത്തെ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല, എന്നാൽ വേണ്ടത്രയുണ്ട്. സ്തോത്രം. അവിടേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഓരോ ശുശ്രൂഷയും ഓരോ അവയവങ്ങളുടെയും ഡ്യൂട്ടി എന്താണെന്നാണ് ഇത് വളരെ ശ്രദ്ധപൂർവ്വം കേൾക്കണം. വളരെ ശ്രദ്ധിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞത് ശുശ്രൂഷകന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ശരീരത്തിൽ ദൈവം വിശ്വസ്തരെന്ന് എണ്ണി ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ഡ്യൂട്ടി എന്താണെന്നാണ് ആദ്യം ഒന്ന് വിവരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് സബ്ജക്റ്റ് ആണ്. വലിയ ശുശ്രൂഷന്മാർ അംഗീകരിക്കാത്ത ശുശ്രൂഷ കാര്യമാണ്. കാരണം അവർക്ക് അത് നിലനിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേറെ വഴിക്ക് മാറി നേരെ സത്യത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് യൂട്യൂബിൽ ഇടുന്നത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. പോള് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഇത് മുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സഭ എങ്ങനെയാണ് ക്രിസ്തു മുഖാന്തരം ഏക ശരീരത്തെ ദൈവത്തോട് നിരപ്പിച്ചത്, അതിന് കൊടുത്ത വില എന്താണ്, ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സൗജന്യമായ നീതീകരണം എന്താണ്, ദൈവത്തോടുള്ള സമാധാനം ക്രിസ്തു നമുക്ക് മരണമൊഴിയായിട്ട് നൽകിയത് എങ്ങനെയാണ്, വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്, ദൈവത്തോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത സമാധാനമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ശുശ്രൂഷകരായ പോള് പറയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ ഈ ഞാൻ എന്ന പോൾ എവിടെയാണ്, എന്താണ്, ഏത് അവസ്ഥയിലാണ് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് വളരെ മനസ്സിലാക്കണം. ഇവണ്ണം ക്രിസ്തുവിന്റെ ഏക ശരീരത്തില് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച റീകൺസിലായ സമാധാനത്തിലായിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ. അപ്പൊ ഈ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തികളാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ മറ്റു വ്യക്തികള്. ഈ ശുശ്രൂഷകന്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തികൾ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു മാതിരി ദൈവത്തോട് റീകൺസൈൽഡ് ആയി തന്നിൽ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് അതിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, നിലനിൽക്കാത്തവർക്കില്ല. ശരിക്കും മനസ്സിലാക്കണം. വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോൾ തക്കமான ഉപദേശങ്ങൾ പറഞ്ഞു തരുമ്പോൾ, കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ്, ലോർഡ് യെസ് മൈ മിസ്റ്റേക്ക്. ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിലനിൽക്കാൻ കഴിയാതെ വേണോ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് എന്റെ കുറവാണ്, എന്റെ പുരുഷന്റെ എസ് ആണ്. ഞാൻ ക്രിസ്തുവിന്റെ ഏക പുരുഷൻ നിർമ്മല കന്യയായിട്ട് വിവാഹ നിശ്ചയം നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നോ ഞാൻ പല പുരുഷന്മാരെ തേടിപ്പോയി. ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉപായത്തെ സാത്താൻ എന്നെ വലച്ചു കളഞ്ഞു. മറ്റൊരു യേശു, വേറൊരു ഉപദേശം, വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവിന് അടിമപ്പെട്ടു പോയി. ലോർഡ് പ്ലീസ് റീഡ് മീ. എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റുപറ്റിയിരിക്കുന്നു, എനിക്കാണ് തെറ്റ്. ഞാൻ വീണ്ടും ആ സമാധാനത്തിലേക്ക്, ദൈവത്തോട് നീ മരണമൊഴിയായിട്ട് തന്നിരിക്കുന്ന ആ സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് മൈ സോൾ ബി പീസ്ഫുൾ. നിന്റെ സമാധാനം എന്നിൽ വസിക്കട്ടെ, ദൈവത്തോടുള്ള സമാധാനം എന്നിൽ വസിക്കട്ടെ. അവർക്ക് വേണ്ടിയാണ് പോൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ വരേണ്ടത്? ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിൽ പെർഫെക്റ്റ് ആയിട്ട് വസിക്കുന്ന മറ്റ് അവയവങ്ങൾക്ക്
കഷ്ടാനുഭവങ്ങൾ എന്തുകൊണ്ട് വരുന്നു? എന്താണ് കഷ്ടാനുഭവം എന്ന് ആദ്യം പഠിക്കണം. എന്തിനു വേണ്ടിയാണ് കഷ്ടാനുഭവം ശരിക്കും മനസ്സിലാക്കണം. ഇതിനാണ് ഇവർ ഈ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിലേക്ക് കൊണ്ടുപോയത്. യാക്കോബിന് 75 പേരടുത്ത് മിസ്രൈമിലേക്ക് യോസേഫ് കൊണ്ടുപോയത് രഥങ്ങളിലായിരുന്നു. ഇപ്പൊ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷത്തോടു കൂടെ വരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം അതേ രഥങ്ങൾ വഴി കൂടെ കൊണ്ടുപോകാതെ ചെങ്കടൽ കരയിലേക്കാണ് കൊണ്ടുവന്നത്. മനസ്സിലാക്കണം, ഇതിற்கு ആഴമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. യാക്കോബിന് 75 പേരായിട്ട് രഥങ്ങൾ യോസേഫ് ഗോശെൻ ദേശത്തേക്ക് കൊണ്ടുപോയി. അതേ വഴിക്ക് അതേ റൂട്ടിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നിടത്ത് ദൈവം ആ വഴിയല്ല യൂസ് ചെയ്തത്, ചെങ്കടൽ കരയിലേക്ക് കൊണ്ടുവന്നത്. അവിടെയാണ് ആദ്യത്തെ കോൺഫ്ലിക്റ്റ് വരുന്നത്. പുറപ്പാടിന്റെ വീണ്ടെടുപ്പിന്റെ ചോരത്തലിയുടെ പസയുടെ സന്തോഷം അനുഭവിച്ച് മുൻപിൽ യഹോവ പകൽ മേഘസ്തംഭത്തിനോ രാത്രി അഗ്നിസ്തംഭത്തിനോ തങ്ങളുടെ കൂടെ വ്യക്തമായി കണ്ണുകൾ കൊണ്ട് കാണാണ്. ഇന്ന് നമുക്കത് സ്പിരിച്വലായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ആത്മിക യാത്രയിലാണ്. അല്ലെങ്കിൽ നീ മിസ്രൈം ദേശത്ത് തന്നെയാ ചോരത്തലി ആചരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെസഹ കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ട മാംസമല്ല തിന്നത്, പച്ചയായിട്ട് പൊടിക്കുന്ന തിന്നുന്നത്. അതായത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന സോഷ്യൽ വെൽഫെയർ സെന്റർ ആയിട്ട് യേശുവിനെ പ്രസംഗിക്കുന്ന നീ നിൽക്കുന്നത്, നിന്റെ സമയം നിൽക്കുന്നത് നിന്റെ സോളിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് സോളിന് ഇഷ്ടകരമായ കാര്യം, ഇമ്പകരമായ കാര്യങ്ങൾ കേൾക്കുന്നവർത്താണ് നീ നിൽക്കുന്നത്. കം ഔട്ട് ഫ്രം ദാറ്റ്. അവിടെയല്ല ക്രിസ്തു പാളയത്തിന് പുറത്താണ്. ആ പാളയത്തിന് പുറത്തുള്ള ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. മിസ്രൈം ദേശത്ത് ചോരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെയല്ല, തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കൈപ്പിച്ചീരിയോട് കൊടുത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ ഭക്ഷിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയെ ദിനം പ്രതി അനുഭവിച്ച് മന്ന ദിനം പ്രതി അനുഭവിച്ച് മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്. ഈ മരുഭൂമിയിൽ കൂടെ യാത്രയിലാണ് ആദ്യത്തെ കഷ്ടാനുഭവം, ചെങ്കടൽ കരയിൽ വരുന്ന അനുഭവം. മുന്നോട്ട് അലർന്ന ചെങ്കടല്, പുറകിലെ ഫറവോന്റെ കുതിരകളുടെ ശബ്ദം, കുളമ്പടിയുടെ ശബ്ദം, എത്തിപ്പിടിക്കും കൊള്ളപങ്കിടും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിമപ്പാടിലേക്ക് കൊണ്ടുപോകുന്ന ശത്രുവിന്റെ ആരവം. ഇതൊക്കെ നിനക്ക് കേൾക്കാൻ പറ്റും. നീ ആത്മീയമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, ആത്മീയ ചെവികൾ തുറന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ചുറ്റുപാട് നിൽക്കുന്ന നിന്റെ 3 ശത്രുക്കള്, നിന്നെ തന്നെ വസിക്കുന്ന ദൈവത്തോട് ശത്രുക്കളുള്ള ജനം, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടാത്ത ജനം, ഈ ലോകത്തിന്റെ ശക്തികളായിരിക്കുന്ന സാത്താനിക് കിങ്ഡം, മറ്റ് ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങള് മോഹങ്ങള് ഇതിനെ നിന്നെ വശീകരിക്കുന്നതും നിന്നെ വീണ്ടും അടിമപ്പാടിലേക്ക് കൊണ്ടുപോകാൻ കാണുന്നത് നിനക്ക് വ്യക്തമായിട്ട് കാണാം. നിനക്ക് വ്യക്തമായിട്ട് രുചിച്ചറിയാം. അതിന്റെ പ്രലോഭനങ്ങള്, അതിന്റെ ഭീഷണികൾ നിനക്ക് കേൾക്കാം. കേൾക്കുന്നില്ലെന്റെ അർത്ഥം നീ എവിടെയോ വീണ്ടും അടിമപ്പെട്ടു പോയിരിക്കുക. കർത്താവിനോട് പറയും, കർത്താവ് എന്റെ ആത്മീയ കണ്ണുകളെ തുറന്നാട്ടെ, എന്റെ ആത്മീക ചെവികളൊന്ന് തുറന്നാട്ടെ. ഈ ആത്മീക ജീവിതം എനിക്കൊന്ന് മനസ്സിലാക്കത്തക്കവിടം, ഈ ആത്മീയ ലോകം എന്താണെന്ന് മനസ്സിലാക്കത്തക്കവിടം എന്റെ ചെവികളൊന്ന് തുറന്നാട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക. ദൈവം അത് തുറന്നു വരും. സ്തോത്രം. അപ്പൊ ആ കുടമുളയെ ശബ്ദം കേട്ടപ്പോൾ കുറച്ചു പേർക്ക് മനസ്സിലായി, മോശേ നീ ഞങ്ങളെ ചതിച്ചില്ലയോ? ഞങ്ങളെ ഫറവോന്റെ സ്ഥലത്ത് കിടന്നിരുന്നെങ്കിൽ അവന്റെ കുതിരകളോ അവന്റെ വാള് കുന്നുപരിചയം ഞങ്ങളെ പിന്തുടർന്ന് കൊല്ലുമോ? ഈ ചെങ്കടൻ ഞങ്ങളെ കൊണ്ടുവന്ന് കൊല്ലുവാനാണ് നീ കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് നിങ്ങളെ തന്നെ ഒന്ന് വെളിപ്പെടുത്തുക. നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടേതായിട്ടുള്ള മാനുഷിക സ്വഭാവത്തെ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ ശത്രുവിനെ ഫറവോന്റെ സൈന്യത്തിന്റെ ആരവം കേൾപ്പിച്ചപ്പോൾ മനസ്സിലായേ, നീ ആശ്രയിച്ചിരിക്കുന്നത് ക്രിസ്തുവിനല്ല. നീ ചോരത്തിനെ ആചരിച്ച കാര്യം ശരിയാ, ചോരത്തിന്റെ ആരൊക്കെ പറഞ്ഞു കേട്ടോ, അന്ന് ശരി ആചരിച്ചേക്കാം. തീ ചുട്ടതായിട്ട് മാംസം നല്ല റോസ്റ്റഡ് മീറ്റാണ്, അത് തിന്നേക്കാം. കൈപ്പിച്ചില്ല, സാരമില്ല, തിന്നോ. പക്ഷെ നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. മോശയെ അറിയാൻ തുടങ്ങി. ഇങ്ങനെയാണ് ശുശ്രൂഷ. കൊല്ലുവാണ് നിങ്ങൾ രോഗശാന്തി പ്രസംഗിക്കുന്നത്. എന്ത് രോഗശാന്തിയാ? എന്ത് മരണം വഴിയാ? ഏത് സാറ്റാനാ? ഇതൊക്കെ നിങ്ങളുടെ തോന്നലാ. ഇതാ ചെങ്കടലിന്റെ കരയിൽ സംഭവിച്ചത്. മോശയെ കല്ലെറിയാൻ നോക്ക. സ്തോത്രം. അപ്പോഴാണ് യഹോവയുടെ മഹത്വമുള്ള പക്ഷെ മോശയുടെ വലങ്കൈക്ക് ചിഹ്നമാറാക്കി യശയ്യാപ്രവചനം 60 പറഞ്ഞിരിക്കുന്നത്.
മോശയുടെ വടിയല്ല ചെങ്കടൽ നീട്ടിയത്. ചോരത്തിനെ ആചരിച്ച് ഡിവൈൻ ജസ്റ്റിസിന് നീതി വരുത്തിയ ആ ദൈവത്തിന്റെ നീതിയാണ് അവിടെ വെളിപ്പെടുന്നത്. വീണ്ടെടുക്കപ്പെട്ട ജനത്തെ അവരുടെ കുറവുകളല്ല നോക്കിയത്, അവരുടെ പാപത്തിന് പരിഹാരമായി തീർന്ന യേശുവിന്റെ വരുവാനുള്ള മശിഹായുടെ നേടായിരിക്കുന്ന പാപയാഗത്തിന് നേടായിരിക്കുന്ന ആ ചോരച്ചെളിയുടെ കുഞ്ഞാന്റെ ചോരച്ചെളി നോക്കിക്കൊണ്ട് യഹോവയുടെ മഹത്വം അടപ്പിച്ച മോശയുടെ വലങ്കയ്ക്ക് ചെല്ലുമാറാക്കി ചെങ്കടലിനെ വിഭാഗിച്ചു. അപ്പോഴും ഇവിടെ സ്വഭാവം മാറിയില്ല. തൽക്കാലത്തേക്കൊന്ന് വിശ്വസിച്ചു. ചെങ്കടല ഒരു കഴുക തരച്ച് ഇറങ്ങി മേലെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ ശരാശരി കണക്കിലാണെങ്കിൽ 1500 മൈല് വീതിയില് 1500 മൈല് നീളത്തില് ഈ 32 ലക്ഷം തോളോട് തോള് മുട്ടി നടക്കുകയാണെങ്കിൽ 1500 മൈല് വീതിയിൽ വിരിക്കണം, ചെങ്കടലിനെ വിഭാഗിക്കണം. അങ്ങനെ വിഭാഗിച്ചിട്ടാണ് ദൈവം അക്കരെ കടത്തിയത്. അക്കരെ കടത്തി അതേ മിരിയാം എന്ത് ചെയ്തു? തപ്പെടുത്ത് നൃത്തം ചെയ്ത അതേ മിരിയാമാണ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മാത്രം നേരെ പിറുപിറുക്കുന്നത്. നിങ്ങൾ മാത്രം വിശുദ്ധരുള്ളോ? ശുശ്രൂഷയ്ക്കെതിരായ സംസാരം, കുഷ്ഠം വെളിപ്പെട്ടു, മറഞ്ഞിരുന്ന പാപം വെളിപ്പെട്ടു. അപ്പൊ ചിന്തിച്ചു നോക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവം മോശയുടെ കല്ലേ വന്നപ്പോഴും മോശ ആരിൽ ആശ്രയിച്ചു? കർത്താവേ സ്തോത്രം. മോശയുടെ വിളി ഉന്നതത്തിലേക്ക് ഈ കാര്യമാണ് സെക്കൻഡ് കൊറിന്ത്യൻസ് അതിലെടുത്തിട്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 മനസ്സലിവുള്ള പിതാവ് വേഴ്സ് 3 onwards. സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3 onwards. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം മാറ്റപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനും അവരെ ആശ്വസിക്കാൻ ശക്തരാകേണ്ടതിന്. വാക്യം ശ്രദ്ധിക്കുക, ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുമുള്ളവരെ ആശ്വസിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്നലെ നമ്മളൊരു പാട്ട് പാടിയിരുന്നു, ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്, എന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ഇതാണ് ശുശ്രൂഷകൻ. ആരാ? നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കൊലശത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്തെന്ത് കഷ്ടങ്ങൾ വന്നാലും ഈ ശുശ്രൂഷകന്റെ മേളിൽ വെച്ചിരിക്കുന്ന അനോയിന്റിങ് അവരെ ബലമേൽപ്പിച്ചിരിക്കുന്നത് ഈ ശരീരത്തിലുള്ളവരുടെ കഷ്ടങ്ങൾ എന്തു തന്നെയായാലും വഹിക്കണം. ഇതാണ് എഫോദിന്റെ പതിച്ചിരിക്കുന്ന 12 കല്ലുകൾ. എഫോദിന്റെ ചുമൽക്കണ്ടത്തിന്റെ പതിച്ചിരിക്കുന്ന 6 12 കല്ലുകൾ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവൻ തന്റെ ഹൃദയത്തിലും തന്റെ മാർഗത്തിലും വഹിക്കണം, തന്റെ ചുമലിൽ വഹിക്കണം. ഇതാണ് മഹാപുരോഹിത ശുശ്രൂഷ. അപ്പൊ ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സദാ ശുശ്രൂഷകനായിരിക്കുന്ന ദശാംശം മേടിക്കുവാനല്ല, ഈ ലോകത്തിന് നിയമായിരിക്കുന്ന സേറ്റാനോട് നിരപ്പിക്കത്തക്കവണ്ണം സോഷ്യൽ വെൽഫെയർ സെന്റർ ആയിരിക്കുന്ന തീയിൽ ചൂട്ടല്ലാത്ത പച്ചയായിട്ട് പുഴുകിയതായിട്ട് പ്രസംഗിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുന്നതല്ല, തീയിൽ കൂടെ കടത്തിവിട്ട് തീയുടെ അനുഭവത്തിന് കൂടെ കടത്തിവിട്ട് രഥത്തില് യാക്കോബിനെ കൊണ്ടുപോയി മറുവഴിക്ക് കൊണ്ടുവരുന്നതായിട്ടല്ല, ചെങ്കടൽ കരയിലേക്ക് തന്നെ നടത്തി അവരിലുള്ള പേഴ്സണൽ സ്വഭാവത്തെ വെളിപ്പെടുത്തി അവയുടെ തന്നിൽ വ്യാപരിക്കുന്ന യഹോവയുടെ മഹത്വങ്ങളുടെ ഭുജത്തെ വെളിപ്പെടുത്തി അവിടെ കഷ്ടങ്ങളെ വഹിച്ച് അവിടെ കല്ലേറുകൾക്ക് മുമ്പിൽ നിന്ന് ദൈവത്തോട് സർവാശ്വാസവും നൽകുന്ന ദൈവത്തോട് നിരന്നു നിന്നുകൊണ്ട് ജനത്തെ രക്ഷിക്കണം. അടുത്ത വാക്യം കുറച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ജനം കല്ലെറിയും, ഈ ജനം ദുഷിക്കും, പരിഹസിക്കും, നീയാണ് ശുശ്രൂഷകൻ. ഞങ്ങൾ ഇതുപോലെ വലിയ ശുശ്രൂഷകന്മാരെ കണ്ടിട്ടുണ്ട്. അവരും ഇങ്ങനെയല്ല പ്രസംഗിക്കുന്നത്, അവരിങ്ങനെയല്ല ചെയ്യുന്നത്, അവിടെ യാതൊരു കുഴപ്പമില്ലല്ലോ. അവര് വൈദ്യന്മാരെടുത്തു പോകുന്നു, അവര് മരുന്ന് കഴിക്കുന്നു, യാതൊരു കുഴപ്പമില്ല. അവർ ആഭരണമിടുന്നു, അവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുകയുള്ളൂ. ഇങ്ങനെ കല്ലെറിയുന്നവരുടെ മുമ്പിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളെ സന്തോഷിച്ച്, ഓ ദാറ്റ് ഈസ് ഗ്രേറ്റ്നസ്.
ഇത്രയും ദുഷ്ടത വരുമ്പോഴോ ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന സർവാശ്വാസം നൽകുന്ന ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന ശുശ്രൂഷ പറയാണ്, ഐ റിജോയ്സ് ഇൻ ദാറ്റ്. നിങ്ങൾ എന്നെ ദുഷിക്കുമ്പോഴോ കല്ലെറിയുമ്പോഴോ നിങ്ങളുടെ കഷ്ടങ്ങൾ ഞാൻ വഹിക്കുമ്പോഴോ ഐ റിജോയ്സ് ഇൻ ദാറ്റ്, ബിക്കോസ് സെക്കൻഡ് കൊരിന്ത്യൻസ് പറയാണ്, എന്റെ കഷ്ടങ്ങളിലൊക്കെയും അവനോട് കൂടിയിരിക്കുന്നു. ഇതാ ശുശ്രൂഷകൻ, ഇതാണ് ദൈവസഭയുടെ ശുശ്രൂഷകൻ. അപ്പോൾ മറ്റുള്ളവർക്ക് കഷ്ടങ്ങളെത്താണ് അത് ശരിക്കും മനസ്സിലാക്കണം. അവരിലുള്ള പേഴ്സണൽ സ്വഭാവത്തെ വെളിപ്പെടുത്തുക. അവർ ചോരത്തലി ആചരിച്ചവരാണ്, മറ്റുള്ളവരുടെ കൂടെ തീ ചുട്ടവരുടെ മാംസം ശരിക്കുന്നതാണ്. ഫുൾ വയർ തിന്നിട്ട് നിറച്ചു തിന്നിട്ടാ വന്നിരിക്കുന്നത്. അത് തീ ചുട്ടുമായിട്ടുള്ള മാംസം തന്നെയാണ് തിന്നത്. കയ്പിച്ചീരിയോട് കൂടെ തന്നെയാണ്, പുളിപ്പില്ല തപ്പത്തോട് കൂടെയാണ് തിന്നത്. ചെങ്ങളിൽ കരയിലേക്കാണ് പോകുന്നത് കണ്ടിട്ട് തന്നെയാണ് പോയത്. അവിടെ മോശയുടെ അഭിപ്രായം ചോദിച്ചു, അയ്യോ യാക്കോബ് നമ്മുടെ പൈതാവായിരുന്ന യാക്കോബിനെ കൊണ്ടുവന്നത് രഥത്തിലായിരുന്നല്ലോ, യോസെഫ് മരിച്ചുപോയി എന്ന ഫറവോന്റെ അടുത്ത്. പക്ഷെ ഫറവോ മാറിപ്പോയി. അന്നത്തെ ഫറവോ അല്ല ഇപ്പോ. യോസെഫിന്റെ കൂടെ നല്ലവരായിരുന്ന ഫറവോ അല്ല ഇപ്പൊ ഫറവോ വേറെയാണ്, കഠിനനായ ഫറവോയാണ്. ദൈവം ടെമ്പററി ഫറവോന്ന് ന്യായീകരിക്കണം. അതിനുവേണ്ടി അവന്റെ മകനെടുത്തു. 10ാമത്തെ ബാധയില് കടിഞ്ഞൂരിലെ സംഹാരത്തിന്റെ ബാധ്യതയില് സാഹചര്യത്തിന് മനസ്സിലാക്കി കൊടുക്കണം ചോരത്തിന്റെ വില എന്താണെന്ന്. ചോരത്തിൽ ഇല്ലാത്തതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ചോരത്തെളിയാച്ചിന്റെ ഗുണമല്ല, എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കണം, എന്നും മനസ്സിലാക്കണം. എന്റെ ഗുണം കൊണ്ടല്ല രക്ഷിച്ചത്, എന്നെ കവർ ചെയ്തിരിക്കുന്ന ചോരത്തെളിയുടെ ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ ചോരത്തെളിയുടെ ഗുണം കൊണ്ടാണ് ഞാൻ നിന്ന് നിൽക്കുന്നതെന്ന്. ഇതിൽ നിന്ന് മാറിയാൽ നീ വീടിന് പുറത്താ. പുറപ്പാട് പുസ്തകം 12:11 പറഞ്ഞിരിക്കുന്നത്, ആ രാത്രി ആരും വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. നിന്നെ സംരക്ഷിക്കുന്നത് ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ യേശുവിന്റെ രക്തത്തിൽ നേരിടായിരിക്കുന്ന കുഞ്ഞാട് രക്തമാണ് എപ്പോഴും മനസ്സിലാക്കണം. അതാണ് പേഴ്സണൽ പ്രശംസ പാടില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവം, അപ്പൊ നിങ്ങളാരെന്ന് പറഞ്ഞു, അവർക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ എന്താണ്? അവരുടെ പേഴ്സണൽ സ്വഭാവങ്ങള്. ചോരത്തലി ആചരിച്ച് തീയിട്ട മാംസം പുളിപ്പിലാത്തപ്പത്തോട് കയ്പിച്ചീരിയോട് കൂടെ തിന്ന ജനം തന്നെ, ചെങ്കടൽ കരയിലേക്ക് അത് പോകുന്ന ജനം തന്നെ ആത്മീയ ഗോത്ര ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആത്മീയ ഗോത്ര ശത്രുവിന്റെ എതിർപ്പുകൾ കേൾക്കാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. അയ്യോ രക്ഷ എവിടെ? മോശെ നീ പറഞ്ഞ രക്ഷ എവിടെ? മോശെ നീ പറഞ്ഞ പിതാക്കന്മാരുടെ ദൈവം അവിടെ? യാക്കോബ് കടയെങ്കില് അവൻ സ്തോത്രം, യാക്കോബിനെ മല്ല് പിടിച്ച് യാക്കോബ് ജയിച്ച് ഇസ്രായേലിന്റെ പേര് യഹോവ എവിടെ? ഇസ്രായേലിന്റെ ദൈവം എവിടെ? ഇത്തരം ചിന്തകൾ ചോദ്യത്തിൽ ഹൃദയത്തിൽ വരുന്നില്ലയോ? വരുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ നിൽക്കുന്നത് ക്രിസ്തുവിലല്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജ് അല്ല പറയുന്നത്. ഇപ്പോൾ എന്റെ ഹൃദയം തരുന്ന മെസ്സേജാ പറയുന്നത്. ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് നിനക്ക് തന്നെ മനസ്സിലാക്കി തരുവാനാണ് ഈ ചെങ്കടൽ കടലിന് മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രതികൂല സാഹചര്യം. ഇവിടെ എന്ത് വേണം? മോശയുടെ വലങ്കയ്ക്ക് വലുവാറാക്കിയ യഹോവയുടെ മഹത്വമുള്ള ഭുജം നിന്നിൽ വെളിപ്പെടണം. മോശയിൽ വെളിപ്പെട്ടിട്ടാണ് മോശ നിന്റെ കട്ട വഹിക്കുന്നത്. കർത്താവേ, ഇത് അവരുടെ ബലഹീനതയാണല്ലോ, അവരുടെ മനുഷ്യ സ്വഭാവങ്ങളാണല്ലോ, ഇവര് നീ അത് അറിഞ്ഞിട്ടാണല്ലോ കർത്താവ് നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. ഞങ്ങളിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനത്തിൽ യാതൊരു നന്മയും വസിക്കില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തരുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നിന്റെ സ്വഭാവത്തെ ത്യജിക്കുന്നവരല്ല, യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഗ്യാപ്പിൽ നിന്ന് നിങ്ങളുടെ കഷ്ടങ്ങൾ വഹിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ രോഗങ്ങളെ വഹിക്കുകയാണ്. ഡിവൈൻ ജസ്റ്റിസിന്റെ മുമ്പില് പാപം ചെയ്തത് രക്ഷിക്കപ്പെട്ടവനായാലും രക്ഷിക്കപ്പെടാത്തവനായാലും പാപത്തിന്റെ ശിക്ഷ മരണമാണ്. അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരായിരിക്കാം ശുശ്രൂഷകൻ. നിന്റെ ജനത്തിന്റെ ദശാംശത്തിട്ടാൽ പോരാ, നിന്റെ ജനത്തിന്റെ ശിക്ഷ. അത് അടുത്ത വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്, സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ഇവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങിയത്. ക്രിസ്തുവിന്റെ കഷ്ടം എന്തായിരുന്നു? ഒറിജിനൽ സിൻ.
ആദാമിന്റെ അനുസരണക്കേടിനാൽ അവന്റെ തലമുറകൾക്ക് ലഭിച്ച കോൺസിക്വൻസ്, പാപത്തിന്റെ ശിക്ഷ, മരണമെന്ന ശിക്ഷ, ഇതിന് പരിഹാരമാകുവാനാണ് യേശു വന്നത്. അത് വേറെ ആർക്കും വഹിക്കാൻ സാധ്യമല്ല, ഒരു സൃഷ്ടിക്ക് വഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരായി അവതരിച്ച്, മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി അവതരിച്ച് മനുഷ്യന്റെ മേലുള്ള ശരീരത്തിന് പ്രാണനും ആത്മാവിനെ ശിക്ഷ തന്റെ ശരീരത്തിനും പ്രാണനും ആത്മാവിനെ വെച്ചെടുത്ത് തന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവ് പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചോ, മരണം അനുഭവിച്ചോ. ആ എബ്രായനായിരുന്നു എടുത്ത് വായിക്കാൻ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നല്ലാതെ ഇതൊക്കെ സ്ഥിരമായിട്ട് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്ത് വായിക്കാതിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തൊന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട്, യേശു മരണം അനുഭവിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ന് 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വെച്ചു. 18-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. മരണപാശകൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ വെപ്പിച്ചു, പാതാള പാശകളെ തുടർന്ന് പിടിച്ചു, എന്റെ കഷ്ടതയായ യഹോവയുടെ നിലവിളിച്ചു. 114-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. യോനയുടെ കാര്യത്തിൽ എഴുതി വെച്ചു. എന്നിട്ട് ഇന്ന് ശ്രേഷ്ഠന്മാരെന്ന് പേര് പറയുന്ന പിന്മാറ്റക്കാര് പ്രസംഗിക്കുന്ന കർത്താവിന്റെ ആത്മാവും ശരീരം പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാ. അവര് വീണുപോയി, ഉപദേശത്തിന്റെ അടിസ്ഥാനത്ത് വീണുപോയി. ഫെയിമാ വേണ്ടത്, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സാ കൂടി വേണ്ടത്, ലൈക്കാ വേണ്ടത്, ഫോളോവേഴ്സാ വേണ്ടത്. അതിന് കൂടെ ചെറിയ ചില്ലറ കിട്ടുന്നുണ്ട്. നാണം കെട്ടവന്മാര്, നാണം കെട്ടവന്മാര്. പിന്നെ നാളില്ല, മൃഗങ്ങൾക്ക് നാണമുണ്ട്. അത് ഞങ്ങളുടെ ഏതൊരു തോട്ടത്തില് ആദാമിന്റെ സഭയ്ക്ക് വീഴ്ചയ്ക്ക് മുമ്പ് നാണമില്ലായിരുന്നു. ഞങ്ങളിപ്പോ അവിടെയാണ്. നീ അവിടെ ഇരുന്നോ? കർത്താവ് വരുമ്പോ വെളിപ്പെടും, നിന്റെ നഗ്നത വെളിപ്പെടും. അപ്പൊ നിനക്കറിയാം നീ എവിടെയാണെന്ന്. നീക്ക് ഗുണം പിടിക്കാനാ ഈ മെസ്സേജ് യൂട്യൂബിൽ ഇടുന്നത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടം എന്താണ്? പാപത്തിന്റെ പരിഹാരം. ഇത് വേറെ ഒരു മനുഷ്യൻ, ഒരു പാസ്റ്റർമാർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. എന്നാൽ തന്റെ ജനത്തെ മുന്നോട്ട് നടത്തുമ്പോൾ എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തവേദന. അനേക പുത്രന്മാരെ എവിടെയാ? നിങ്ങളിൽ കഷ്ടാനുഭവങ്ങൾ പറഞ്ഞത് ശരീരത്തിലിരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പൊതുജനത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അനേക പുത്രന്മാർ എന്ന് പറയണമെങ്കിൽ മറ്റുലേക്ക് വളർന്നു വരുന്നവർ. ടെക്ന എന്ന ഗ്രീക്ക് പദമല്ല, ജസ്റ്റ് ചൈൽഡ് ഓഫ് ഗോഡ് എന്ന അർത്ഥമുള്ള ടെക്ന എന്ന പദമല്ല. പുത്രൻ എന്ന ഹ്യൂസ് മച്യൂരിറ്റി പ്രാപിക്കുന്ന പുത്രത്തിന്, അതായത് അവകാശം വാങ്ങുവാൻ തക്കവണ്ണ പുത്രത്തിലേക്ക് നടത്തുകൊണ്ടിരിക്കുന്നവരെ തേജസ്സിലേക്ക് നടത്തുന്നത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ ക്യാപ്റ്റൻ സാൽവേഷൻ, രക്ഷാ നായകന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. എന്തിനാ? അവനോട് കൂടിയാണ് ഈ ശുശ്രൂഷകന്മാർ കൊളോസ്യർക്ക് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനോട് കൂടി എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങൾക്ക് സർവാശ്വാസകനാകുന്നു. അപ്പൊ നിങ്ങളെ കഷ്ടങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊണ്ട് യഹോവയുടെ മഹത്വമുള്ള ഭുജത്തിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, വേദനകൾ വഹിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ റീസ്റ്റേറ്റ് ചെയ്യുവാൻ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സുഖകരമായ ജീവിതം തരുവാനല്ല. പിന്നെയും നമുക്ക് ചെങ്കടൽ കടക്കണം. ചെങ്കടൽ കടന്നാൽ അടുത്ത് കാണുമ്പോഴറിയാമോ? മാറ. അയ്യോ, ഈ കട്ടപ്പാടെല്ലാം സഹിച്ച്, നിന്നെ സഹിച്ച്, പരിഹാസം കഴിച്ച്, ഫറവോന്റെ ഭീഷണത്തിൽ നടന്ന് യഹോവയുടെ മഹത്വമുള്ള ഭുജം, അയ്യോ പക്ഷേ ഈ കയ്പ് കുടിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. 3 ദിവസത്തെ മരുഭൂയാത്ര. 3 ദിവസം പോയിട്ട് 3 മണിക്കൂർ മരുഭൂമിൽ നടക്കാൻ പറ്റില്ല. ഞാൻ നടന്നു നോക്കിയിട്ടുള്ളതാ. കുവൈറ്റിന്റെ ഏറ്റവും നല്ല ഡിസേർട്ടില് ഞാൻ നടന്നിട്ടുള്ളതാ. 1 മണിക്കൂർ നടക്കാൻ പറ്റില്ല. സ്തോത്രം. 3 ദിവസം വെള്ളം അത്രയും ഡൗട്ട് കൊണ്ടുവന്നപ്പോ അല്പം വെള്ളം കാണിച്ചു. വെള്ളം കാണിച്ചപ്പോ എന്താ? പരിശോധനയാണ്. പണ്ട് ഫറവോന്റെ അവിടെ നദിയിലെ എല്ലാ ജലാശയങ്ങളും രക്തമാക്കിയപ്പോൾ ഫറവോന്റെ പ്രഭുക്കന്മാരൊക്കെ നേറിയുമ്പോ
ഈ നൈൽ നദിയുടെ സൈഡിൽ ഗോലി കുഴിച്ചു. ഗോലി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കിണറുകൾ കുഴിച്ചു നോക്കി, അതും രക്തമായി തീർന്നു. വായിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ? അപ്പൊ അതുപോലെ ഈ മോശയുടെ കൂടെ കിടന്നില്ല യോശുവയുണ്ട്, പിന്നെ ഓരോ ഗോത്രത്തിലെ പ്രമുഖന്മാരുണ്ട്. ഇവന്മാര് ജോലി കുഴിക്കുമ്പോ ഇല്ലയോ, ക്രിസ്ത്യൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോ, അപ്പുറത്ത് കടം മേടിക്കാൻ വേണ്ടി പോകുമ്പോ, ബാങ്ക് ലോൺ ഓഫർ ചെയ്ത് അത് മേടിക്കുമ്പോ, ഇൻട്രസ്റ്റ് പേ ലോൺ തരുമ്പോ, ക്രെഡിറ്റ് കാർഡിന് പോകുമ്പോ, ഇങ്ങനെ ഓരോ കുഴിച്ചു നോക്കുമോ ഇല്ലയോ എന്ന് നിന്ന് പരിശോധിച്ചറിയുവാനാണ് ദൈവം അവിടെ മാറി വെച്ചത്. ഇവിടെയാണ് കട്ടത്. കർത്താവ് മോശന്റെ ഡ്യൂട്ടി ഇതാ, ഇവിടെ വഹിക്കണം. അവന്റെ ബലഹീനതയാണല്ലോ കർത്താവ്. നീ ഇത് അറിഞ്ഞിട്ടാണല്ലോ അവന്റെ ചെങ്കടൽ കടത്തിയത്. കർത്താവ് ഈ മാറിയുടെ അവസ്ഥയിൽ അവന്റെ രോഗം ഞാൻ വഹിക്കാം, പക്ഷെ നീ അവനെ റീസ്റ്റേർട്ട് ചെയ്യ്. മഞ്ഞ കൊടുത്ത് കർത്താവ് ഉയർത്തുന്നതിന്റെ പുനരുദ്ധാന ശക്തി ആവരിക്കട്ടെ. അപ്പൊ കുറച്ച് കട്ടതയുള്ള പരിപാടിയാണത്. ആദ്യമേ മനസ്സിലാക്കുക. നിന്റെ അരയൊന്ന് മുറുക്കാം. ക്രിസ്ത്യ ജീവിതത്തിൽ വേറെ പല ഉപദേശങ്ങൾ കേട്ടിട്ട് ഇമ്പമുള്ള കർമ്മരസമായ പ്രസംഗം കേട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചെങ്കിൽ ഞാനിപ്പോൾ പറയാണ്, ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വറവ് ചട്ടയിൽ നിന്ന് എരിയുന്ന തീയിലേക്ക് എന്ന്. ഈ വറവ് ചട്ടി ഈ കടലൊക്കെ വറക്കുമ്പോ നല്ല മണലിലിട്ട വറക്ക കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കടല വറക്കുന്നത് പൊട്ടുകടലല്ല, എന്താ കപ്പലണ്ടി, പീനട്സ്. ഇത് വറുക്കുമ്പോ കുറച്ച് നല്ല മണലിലിട്ട വറുക്കുക. ഇതൊന്ന് തെറിച്ചു കഴിഞ്ഞാൽ വീഴുന്നത് എരിയത് തീച്ചൂടിലേക്കാ. ഇതുപോലെ വിശ്വാസി ഒരുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ പേഴ്സണാലിറ്റി നിനക്ക് വെളിപ്പെടുത്തി തരാൻ. ഈ പേഴ്സണാലിറ്റി വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവ് ഞാൻ ഫറവോന്റെ അടുത്ത് പോയപ്പോ ചോരത്തലി ആചരിച്ചതാ, പ്രസവ കുഞ്ഞാണ്ട് മാസം തീ ചുട്ടു തന്നെ തിന്നതാ, പുളിക്കുള്ള തപ്പത്തോടെ തന്നെ തിന്നതാ, മോശം പറഞ്ഞിട്ടോ തന്നെയാണ് തിന്നത്. പക്ഷെ കർത്താവ് ഇപ്പൊ എനിക്ക് ഭയം വരുന്നുണ്ട്. എന്തറിയാമോ? നീ വിശ്വസിച്ചിട്ടില്ല. മോശം പറഞ്ഞത് കൊണ്ട് നീ കേട്ടതേ ഉള്ളൂ, നീ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ നിനക്ക് അവസരമുണ്ടോ? നിനക്ക് വേണമെങ്കിൽ നിന്റെ പേഴ്സണാലിറ്റി അംഗീകരിക്കാം. ലോർഡ്, എന്റെ വിശ്വാസം പെർഫെക്റ്റ് അല്ല, ഞാൻ ചരിത്രപരമായി വിശ്വസിച്ചു, മോശമാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു, പക്ഷെ എന്റെ ഉള്ളിൽ നീയുമായിട്ട് യാതൊരു ബന്ധം വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വാസത്തിലല്ല, ഞാൻ വിശ്വാസിയല്ല. ഇപ്പോൾ നിനക്ക് അവസരമുണ്ട്. ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. രക്ഷിക്കപ്പെട്ടവനായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, ഏതാത്മാവിന്റെ കന്യഭാഷ പറഞ്ഞതായിരിക്കാം. പക്ഷേ നൗ ദിസ് മൊമെന്റ് യുവർ ചാൻസ്. ഉയർത്തെഴുന്നേറ്റ് വേറൊരുവനാകുക, നിന്റെ നിയന്ത്രണം അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതത്ര ദീർഘമായ വാക്യമാണ്. ദൈവകൃപയാണെങ്കിൽ ഇതിന്റെ മെസ്സേജിന്റെ ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞെന്താ? ക്രിസ്തുവിന്റെ ശരീരമായ സഭ എങ്ങനെയാണ്, ദൈവത്തോട് എങ്ങനെയാണ് നിരപ്പ് പ്രാപിച്ചത്? നിരപ്പ് പ്രാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ക്രിസ്തുവിനുള്ള വാഗ്ദത്തങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, എങ്കിലും കരുണാസമ്പന്ന ദൈവത്തിന്റെ കൃപയാൽ, അതാണ് സോള ഗ്രേഷ്യസ് എന്ന് പറയുന്നത്, കൃപയാൽ മാത്രം. വില കൊടുത്ത് കിട്ടുന്നതല്ല, പൈസ കൊടുത്ത് വാങ്ങാവുന്നതല്ല, അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചാൽ കിട്ടുന്നതല്ല, 56ാമത്തെ ദിവസം 7ാമത്തെ ദിവസം 5ാമത്തെ ദിവസം വെള്ളം തെളിച്ചാൽ കിട്ടുന്നതല്ല, കൃപയാൽ കിട്ടുന്നതാണ്. കൃപയാൽ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ദൈവത്തോട് നിരപ്പ് പാലിക്കുമ്പോൾ പുത്രന്റെ പിതാവിനുള്ള സമാധാനം, യാതൊരുവിധ കോൺഫ്ലിക്റ്റും ഇല്ലാത്ത സമാധാനമാണ് മരണമൊഴിയായിട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇത് നീ വിശ്വസിക്കുന്നില്ലയോ? ഇത് നീ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലയോ? നിന്റെ ഗുണത്തിലല്ല ആശ്രയിക്കേണ്ടത്, ക്രിസ്തുവിന്റെ ഗുണത്തില്, അവന്റെ മരണമൊഴിയില്. അങ്ങനെ അവൻ റീകൺസിഡർ ചെയ്ത നിനക്ക് നിന്റെ പേഴ്സണൽ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുവാൻ കഷ്ടതയുണ്ട്. നിന്റെ യാത്രയിൽ, മരുഭൂമി യാത്രയിൽ കഷ്ടതയുണ്ട് എന്ന് ആദ്യം അംഗീകരിക്കുക, ആദ്യം അംഗീകരിക്കുക. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം, സർവാശ്വാസം നൽകുന്ന ദൈവം, കഷ്ടങ്ങളിലൊക്കെ സഹായിക്കാൻ കൂടെയുണ്ടെന്ന് ആദ്യം അംഗീകരിക്കുക. എന്നെ നടത്തുവാൻ, അല്ലെങ്കിൽ സ്വന്തം രക്തത്തെ സമ്പാദിച്ച് പരിശുദ്ധാത്മ മേക്കലേൽപ്പിച്ചിരിക്കുന്ന ആ സഭയില് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അംഗീകരിക്കുക. ലോർഡ്, എന്നിൽ ബലഹീനത ഉണ്ടെന്ന് അംഗീകരിക്കുക. അപ്പോൾ നിനക്ക് യഹോവയുടെ മഹത്വം ഉടമ്പുച്ച വെളിപ്പെടും. അതാണ് പുനരുദ്ധാന ശക്തി. ദൈവമേ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ കൃപകൾക്കായി സ്തോത്രം. ഉന്നതനായി നീ വാഴുന്നില്ല കർത്താവ്. തുടർന്ന് ശുശ്രൂഷ ഞങ്ങൾ അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.